ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. 6ാം ക്ലാസ്സിലെ മസായിലുൽ ഫിഖ്ഹിലെ അദ്ദർസുർ റാബി സബ്ബിത്ഹു ഇൻദ സുആൽ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ മദ്രസയിലെയും ബോർഡിംഗ് മദ്രസയുടെ കീഴിലും 6ാം ക്ലാസ്സിലെ മസായിലുൽ ഫിഖ്ഹിലെ 4ാമത്തെ പാഠം സബ്ബിത്ഹു ഇൻദ സുആൽ. അല്ലാഹുവേ, ചോദ്യവേളയിൽ മയ്യിത്തിന് നീ സ്ഥൈര്യം നൽകണമേ. ചോദ്യവേളയിൽ മയ്യിത്തിന് നീ സ്ഥൈര്യം നൽകണമേ എന്നാണ് അർത്ഥം വരുന്നത്. നമുക്ക് പാഠം മനസ്സിലാക്കാം, പാഠത്തിലേക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നമുക്ക് പാഠത്തിൻ്റെ ഈ ഭാഗം ആദ്യം വായിച്ച് മനസ്സിലാക്കാം. മയ്യിത്ത് കുളിപ്പിച്ച് കഫൻ ചെയ്ത് മയ്യിത്ത് കട്ടിലിൽ വെച്ചു കാളി പറഞ്ഞു, നമ്മുടെ സഹോദരൻ കാസിം ഹാജി നമ്മോട് വിട പറഞ്ഞിരിക്കുകയാണ്. 80 വർഷമായി നമുക്കിടയിൽ ജീവിച്ച ആളാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ജീവിത കാലത്ത് നമുക്കാർക്കെങ്കിലും പ്രയാസകരമായ വാക്കോ പ്രവൃത്തികളോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ എല്ലാവരും അദ്ദേഹത്തിന് പുറത്തു കൊടുക്കണം. സാമ്പത്തികമായി വല്ല ഇടപാടുകളും ഉണ്ടെങ്കിൽ മകൻ അലി ഹാജിയുമായി ബന്ധപ്പെട്ട് അത് തീർക്കേണ്ടതാണ്. കാസിം ഹാജിക്ക് അള്ളാഹു മാഫിറത്തും മർഹമത്തും നൽകട്ടെ. കാളി തുടർന്നു, ഇഖ്റഉ സൂറത്ത യാസീൻ അലാ മൗതാക്കും, മരിച്ചവരുടെ മേൽ നിങ്ങൾ സൂറത്ത് യാസീൻ ഓതണമെന്ന് ഇമാം അബൂ ദാവൂദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഹദീസിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇഖ്റഉ സൂറത്ത യാസീൻ അലാ മൗതാക്കും, മരിച്ചവരുടെ മേൽ സൂറത്ത് യാസീൻ ഓതണമെന്ന് ആര് ഉദ്ധരിച്ച ഹദീസിലാണ് വന്നത്? അബൂ ദാവൂദ് ഉദ്ധരിച്ച ഹദീസിലാണ് വന്നത്. നമുക്ക് ബാക്കി മനസ്സിലാക്കാം. മയ്യിത്ത് കുളിപ്പിച്ചു കഫൻ ചെയ്തു മയ്യിത്ത് കട്ടിലിൽ വെച്ച് കാളി പറഞ്ഞു, നമുക്ക് യാസീൻ ഓതാം. എല്ലാവരും യാസീൻ ഓതി. കാളി ദുആ ചെയ്തു, ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. മയ്യിത്ത് മസ്ജിദിലേക്കെടുത്തു. ആളുകൾ ദിക്ർ ചൊല്ലി. കൂടുതൽ ആളുകളും മയ്യിത്തിൻ്റെ മുന്നിൽ നടന്നു. ജനാസ നിസ്കാരത്തിന് തങ്ങൾ ഉസ്താദ് നേതൃത്വം നൽകി. അദ്ദേഹം പറഞ്ഞു, മയ്യിത്ത് നിസ്കാരത്തിന് 4 തക്ബീറുകളാണുള്ളത്. 1ാം തക്ബീറിന് ശേഷം ഫാത്തിഹയും 2ാം തക്ബീറിന് ശേഷം ഇബ്രാഹിമിയ സ്വലാത്തും ചൊല്ലണം. അപ്പോൾ നമ്മൾ ഇവിടുന്ന് എന്തൊക്കെ മനസ്സിലാക്കണം? മയ്യിത്ത് മസ്ജിദിലേക്ക് കൊണ്ടുപോകുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ ചൊല്ലണം. പിന്നെന്താണ്? മയ്യിത്തിൻ്റെ മുന്നിലായിട്ട് വേണം നടക്കാൻ. കൂടുതൽ ആളുകളും മയ്യിത്തിൻ്റെ മുന്നിലായിട്ട് വേണം നടക്കാൻ. ജനാസ നിസ്കാരത്തിന് എന്താണ്? 4 തക്ബീറുകളാണ്. മയ്യിത്ത് നിസ്കാരം ജനാസ നിസ്കാരത്തിന് 4 തക്ബീറുകളാണുള്ളത്. 1ാം തക്ബീറിന് ശേഷം ഫാത്തിഹയും 2ാം തക്ബീറിന് ശേഷം ഇബ്രാഹിമിയ സ്വലാത്തും ചൊല്ലണം. പിന്നെന്താണ്? 3ാം തക്ബീറിന് ശേഷം അല്ലാഹു മഗ്ഫിർ ലഹു വർഹംഹു വഅഫു അൻഹു വആഫിഹി വഅക്രിം നുസ്ലഹു വവസ്സി മദ്ഖലഹു വസിൽഹു ബിൽ മാഇ വസ്സൽജി വൽ ബറദി വനഖിഹി മിനൽ ഖതായ കമാ യുനഖ്ഖ സൗബുൽ അബിയദു മിനദ് ദനസി വഅബ്ദിൽഹു ദാരൻ ഖൈറൻ മിൻ ദാരിഹി വഅഹ്ലൻ ഖൈറൻ മിൻ അഹ്ലിഹി വസൗജൻ ഖൈറൻ മിൻ സൗജിഹി വഅദ്ഖിൽഹുൽ ജന്നത വഅഇദുഹു മിൻ അദാബിൽ ഖബരി വഫിത്നതി മിൻ അദാബിൻ നാർ എന്ന ദുആ നിർവഹിക്കണം. അപ്പോൾ 3ാം തക്ബീറിന് ശേഷം മയ്യിത്തിന് വേണ്ടി ദുആ ചെയ്യണം. അപ്പോൾ ഈ ദുആ നന്നായി പഠിക്കണം. നമുക്ക് എക്സാമിന് വിട്ട ഭാഗം പൂരിപ്പിക്കാൻ വരാറുണ്ട്. അതുപോലെ ഹിഫ്ള് എക്സാമിന് പറഞ്ഞു കൊടുക്കേണ്ടി വരും. അപ്പോൾ നന്നായി മനസ്സിലാക്കി പഠിക്കണം. 4ാം തക്ബീറിന് ശേഷം അല്ലാഹുമ്മ ലാ തഹ്രിംന അജ്റഹു വലാ തഫ്തിന്ന ബഅദഹു വഗ്ഫിർ ലനാ വലഹു എന്ന ദുആവും ചൊല്ലണം. തുടർന്ന് സലാം വീട്ടണം. അപ്പം 3 തക്ബീറുകൾ. 1ാം തക്ബീറിൽ ഫാത്തിഹ, 2ാം തക്ബീറിൽ ഇബ്രാഹിമിയ സ്വലാത്ത്, 3ാം തക്ബീറിൽ ദുആ, 4ാം തക്ബീറിൽ ഈ ദുആ, പിന്നെ തുടർന്ന് സലാം വീട്ടണം. അപ്പോൾ മയ്യിത്ത് നിസ്കാരത്തിൽ റുക്കൂ സുജൂദ് ഇങ്ങനെയൊന്നുമില്ല, 4 തക്ബീറുകളാണല്ലോ. അപ്പോൾ മയ്യിത്ത് നിസ്കാരത്തെക്കുറിച്ച് എഴുതാൻ വന്നാൽ നമുക്ക് ഈ ഭാഗം മനസ്സിലാക്കി എഴുതാൻ കഴിയണം. ഈ ദുആ ഒക്കെ ചേർത്ത് എഴുതി ഫില്ല് ചെയ്യാൻ കഴിയണം, മനസ്സിലാക്കാം.
വിദൂര മഹല്ലുകളിൽ വെച്ച് മയ്യിത്ത് നിസ്കരിക്കാൻ കാളി ആഹ്വാനം നൽകി. മയ്യിത്ത് മറവ് ചെയ്യാൻ മക്ബറയിലേക്കെടുത്തു. ബിസ്മില്ലാഹി വഅലാ മില്ലത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന് ചൊല്ലി മയ്യിത്ത് ഖബറിൽ ഇറക്കി വെച്ചു. മുഖവും നെഞ്ചും കിബിലയിലേക്ക് തിരിച്ചു. വലതുവശത്തിൻ്റെ മേൽ ചെരിച്ചു കിടത്തി. കവിൾത്തടം മറ നീക്കി മണ്ണിലേക്ക് ചേർത്തു വെച്ചു. ശേഷം മൂട് കല്ല് വെച്ച് മിൻഹാ ഖലഖ്നാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ നുഖ്റ എന്ന് ചൊല്ലി 3 തവണ മണ്ണ് വാരിയിട്ടു. ഉസ്താദ് മയ്യിത്തിന് തൽക്കീൻ ചൊല്ലിക്കൊടുത്തു. എല്ലാവരും കുറേ സമയം തസ്ബീത്ത് ചൊല്ലി. അപ്പം എന്താണ്? മയ്യിത്ത് മറവ് ചെയ്യുന്നതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇത് മുഴുവനായിട്ട് പഠിക്കുക. എങ്ങനെ ഖബറിൽ വെക്കണം, ഏത് വശത്തിൻ്റെ മേൽ കിടത്തണം, എന്താണ് മറ നീക്കി മണ്ണിലേക്ക് ചേർത്ത് വെക്കേണ്ടതൊക്കെ ഈ ഭാഗത്ത് പറയുന്നുണ്ട്. മനസ്സിലാക്കുക. ബിസ്മില്ലാഹി വഅലാ മില്ലത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന് ചൊല്ലിയാണ് മയ്യിത്ത് ഖബറിൽ ഇറക്കി വെക്കേണ്ടത്. അപ്പം അത് ചോദ്യമായിട്ട് വരും. പിന്നെ മുഖവും നെഞ്ചും കിബിലയിലേക്ക് തിരിച്ച് വലതുവശത്തിൻ്റെ മേൽ ചെരിച്ച് കിടത്തണം. കവിൾത്തടം മറ നീക്കി മണ്ണിലേക്ക് ചേർത്ത് വെക്കണം. എന്നിട്ട് മൂടുകല്ല് വെക്കണം. എന്നിട്ട് മിൻഹാ ഖലഖ്നാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ നുഖ്റ എന്ന് ചൊല്ലി 3 പിടി മണ്ണ് വാരിയിടണം. അപ്പോൾ മിൻഹാ ഖലഖ്നാകും 1-ാം തവണ മണ്ണ് വാരിയിടുമ്പോൾ, 2-ാം തവണ മണ്ണ് വാരിയിടുമ്പോൾ വഫീഹാ നുഈദുകും, 3-ാം തവണ വമിൻഹാ നുഖ്രിജുകും താറത്തൻ നുഖ്റ, ഇങ്ങനെ 3 തവണ മണ്ണ് വാരിയിടുമ്പോഴും ചൊല്ലണം. അപ്പോൾ അത് 1-ാം തവണ ചൊല്ലേണ്ടത് എന്ത്, 2-ാം തവണ ചൊല്ലേണ്ടത് എന്ത്, 3-ാം തവണ ചൊല്ലേണ്ടതെന്ന് അങ്ങനെ തന്നെ നന്നായി മനസ്സിലാക്കണം. തൽക്കീൻ ചൊല്ലിക്കൊടുത്തു. തൽക്കീന്. പിന്നെ തസ്ബീത്ത് ചൊല്ലി. തസ്ബീത്താണ് ഇവിടെ വന്നത്. അല്ലാഹുമ്മ സബ്ബിത്ഹു ഇൻദ സുആൽ, അല്ലാഹുമ്മ അൽഹിംഹുൽ ജവാബ്, അല്ലാഹുമ്മ ജാഫിൽ ഖബ്റ അൻ ജംബിഹി, അല്ലാഹുമ്മ ഗഫിർ ലഹു വർഹംഹു, അല്ലാഹുമ്മ ആമിൻഹു മിൻ കുല്ലി ഫസൽ. ഇതാണ് തസ്ബീത്ത്. അപ്പോൾ ഇതും നേരത്തെ പറഞ്ഞതുപോലെ വിട്ട ഭാഗം പൂരിപ്പിക്കാൻ വരാറുണ്ട്. അല്ലാഹുമ്മ സബ്ബിത് ഡാഷ് ഇൻ ദ സുആൽ. പിന്നെ ഹിഫ്ൽ എക്സാമിൻ്റെ കൂടെ ചോദിക്കാറുമുണ്ട്. മനസ്സിലാക്കാം. ശേഷം ഫാത്തിഹയും ഇഖ്ലാസും മഅ്വിദതൈനും ഓതി ദുആ ചെയ്തു പിരിഞ്ഞു. മയ്യിത്തിനെ അനുഗമിക്കുകയും നിസ്കരിക്കാനും മറവ് ചെയ്യാനും കൂടെ ഉണ്ടാവുകയും ചെയ്താൽ 2 ഖീറാത്ത് പ്രതിഫലം ലഭിക്കും. ഉഹുദ് മലയോളമുള്ള പ്രതിഫലമാണ് 1 ഖീറാത്ത് എന്ന ഹദീസ് ഖാലിദ് ഓർത്തു. അല്ലാഹുവേ, എനിക്കും ഇവിടെ കൂടിയവർക്കും 2 ഖീറാത്ത് കൂലി നൽകണമേ എന്ന് അവൻ മനസ്സിൽ പ്രാർത്ഥിച്ചു. അല്ലാഹുമ്മ ഗഫിർ ലഹു എന്നാണ്. അല്ലാഹുവേ, മയ്യിത്തിന് നീ പുറത്തു കൊടുക്കണമേ, മയ്യിത്തിന് നീ പുറത്തു കൊടുക്കണമേ, അല്ലാഹുവേ മയ്യിത്തിന് നീ പുറത്തു കൊടുക്കണമേ എന്നതിൻ്റെ അറബി എന്താന്ന് ചോദിക്കും. അല്ലാഹുമ്മ ഗഫിർ ലഹു, അല്ലാഹുമ്മ അർഹംഹു എന്നൊക്കെ നമുക്ക് ഓപ്ഷൻ തന്നിട്ട് നമുക്ക് തിരിച്ച് എഴുതാൻ കഴിയണം. തിരഞ്ഞെടുത്തിട്ട് മനസ്സിലാക്കി പഠിക്കുക. അപ്പോൾ ഇവിടെ മയ്യിത്തിനെ അനുഗമിക്കുകയും നിസ്കരിക്കാനും മറവ് ചെയ്യാനും എല്ലാ കർമ്മങ്ങളിലും പങ്കെടുത്താൽ അവർക്ക് ലഭിക്കുന്ന പ്രതിഫലമാണെന്ത്? 2 ഖീറാത്ത്. 1 ഖീറാത്ത് എന്ന് പറഞ്ഞാൽ 1 ഉഹുദ് മലയോളം പ്രതിഫലമാണ്. അപ്പോൾ 2 ഉഹുദ് മലയോളം പ്രതിഫലം ലഭിക്കും. അപ്പോൾ നമുക്കിവിടെ നക്ര വായിച്ച് മനസ്സിലാക്കാനുള്ള ഭാഗം വന്നിട്ടുണ്ട്. നമ്മൾ ഇതിൽ പറഞ്ഞ ദുആകളും അതിൻ്റെ അർത്ഥങ്ങളൊക്കെയാണ്. അപ്പോൾ അതൊക്കെ വായിച്ച് മനസ്സിലാക്കി പഠിക്കുക. അല്ലാഹുമ്മ ഗഫിർ ലഹു വർഹംഹു, അല്ലാഹുവേ മയ്യിത്തിന് നീ പുറത്തു കൊടുക്കണമേ, കരുണ ചെയ്യണമേ ഒക്കെ മനസ്സിലാക്കി പഠിക്കട്ടാ. ഇനി നമുക്കിതിൻ്റെ വർക്ക് ബുക്ക് നോക്കാം. അപ്പം നമുക്ക് തദ്രിബാത്തിൽ ആദ്യം വരുന്നത് എന്താണ്? നക്തുബ് എഴുതാനാണ്. മയ്യിത്ത് നിസ്കാരത്തിലെ 3-ാം തക്ബീറിന് ശേഷമുള്ള ദുആ എന്തായിരുന്നു? നമ്മൾ പാഠഭാഗം വായിക്കുമ്പോൾ പറഞ്ഞിരുന്നു 3-ാം തക്ബീറിന് ശേഷം. അപ്പോൾ അത് അതാ ബിന്നാർ വരെ അത് അടയാളപ്പെടുത്തിയിട്ട് അവിടേക്ക് പകർത്തി എഴുതുക. അപ്പോൾ അത് പഠിക്കുക എന്തായാലും കേട്ടോ. വിട്ട ഭാഗം പൂരിപ്പിക്കാൻ വരാറുണ്ട് എക്സാമിന്. അടുത്തത് 4-ാം തക്ബീറിന്, മയ്യിത്ത് നിസ്കാരത്തിലെ 4-ാം തക്ബീറിന് ശേഷമുള്ള ദുആ എന്തായിരുന്നു? അല്ലാഹുമ്മ ലാ തഹ്രിംനാ അജ്റഹു വലാ തഫ്തിന്നാ ബഅദഹു വഗ്ഫിർ ലനാ വലഹു. ഇതാണ് 4-ാം തക്ബീറിന് ശേഷം ചൊല്ലേണ്ട ദുആ. അടുത്ത 3-ാമത്തെ ചോദ്യം, ഖബറിലേക്ക് മണ്ണ് വാരിയിടുമ്പോൾ ചൊല്ലേണ്ട ദിക്ർ എന്തായിരുന്നു? നമ്മൾ പറഞ്ഞു 3 തവണ മണ്ണ് വാരിയിടണം. 1-ാം തവണ മിൻഹാ ഖലഖ്നാകും, 2-ാം തവണ വഫീഹാ നുഈദുകും,
മൂന്നാം തവണ ഒമിൻഹാ നുഹ്രിജുക്കും താറത്തൻ നുഹ്റ. അപ്പോൾ അതാണ് മണ്ണ് വാരിയിടുമ്പോൾ ചൊല്ലേണ്ടത്. എഴുതുക. അടുത്തത് എന്താണ്? തസ്ബീത്ത്. തസ്ബീത്ത് എഴുതണം. ഇവിടേക്ക് എന്താണ് ഇവിടുന്ന് എഴുതുക? അല്ലാഹുമ്മ സബ്ബിത്ഹു ഇന്ദ സുആൽ, അല്ലാഹുമ്മ അൽഹിംഹുൽ ജവാബ്, അല്ലാഹുമ്മ ജാഫിൽ ഖബ്റ അൻ ജംബിഹി, അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു, അല്ലാഹുമ്മ ആമിൻഹു മിൻ കുല്ലി ഫസ. ഇതാണ് തസ്ബീത്ത്. അപ്പോൾ അവിടെയൊക്കെ എഴുതാം. അടുത്തത് അസ്സലാത്ത് ഇബ്രാഹിമിയ. ഇബ്രാഹിമിയ സ്വലാത്ത് നമ്മൾ നിസ്കാരത്തിൽ എന്താണ് അവസാനത്തെ അത്തഹിയാത്തിൻ്റെ കൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും കുടുംബത്തിൻ്റെയും മേൽ ചെല്ലുന്ന സ്വലാത്ത് ഇബ്രാഹിമിയ സ്വലാത്ത്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന മുഹമ്മദിൻ കമാ സ്വല്ലൈത. എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ? അപ്പോൾ അതാണ് ഇവിടേക്ക് എഴുതേണ്ടത്. അപ്പോൾ തെറ്റില്ലാതെ എഴുതുക. ഞാനതിൻ്റെ ഫോട്ടോ ഇവിടെ ആഡ് ചെയ്യാം, മനസ്സിലാക്കാം. എടുത്തത് ഇനി നുബയ്യിനാണ്. എന്താണ്? മയ്യിത്ത് നിസ്കാരത്തിൻ്റെ രൂപം വിവരിക്കണം. എന്താണ് മയ്യിത്ത് നിസ്കാരത്തിൻ്റെ രൂപം? അപ്പോൾ ഇവിടുന്ന് എഴുതുക. മയ്യിത്ത് നിസ്കാരത്തിന് 4 തക്ബീറുകളാണുള്ളത്. ഒന്നാം തക്ബീറിന് ശേഷം ഫാത്തിഹയും 2ാം തക്ബീറിന് ശേഷം ഇബ്രാഹിമിയ സ്വലാത്തും ചൊല്ലണം. 3ാം തക്ബീറിന് ശേഷം ഈ ദുആ നിർവഹിക്കണം. പിന്നെ 4ാം തക്ബീറിന് ശേഷം ഈ ദുആവും ചൊല്ലണം. തുടർന്ന് സലാം വീട്ടണം. ഇത്ര എഴുതിയാൽ നമുക്കവിടെ മയ്യിത്ത് നിസ്കാരത്തെക്കുറിച്ചുള്ള ഒരു വിവരണമാവും. അപ്പോൾ അത് മനസ്സിലാക്കുക. അടുത്തത് എന്താണ്? നുജിബ് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതണം. മരിച്ചവർക്ക് വേണ്ടി എന്തെല്ലാം ചെയ്യൽ നിർബന്ധമാണ്? എന്തെല്ലാം ചെയ്യണം മരിച്ചവർക്ക് വേണ്ടി? ഒരു വ്യക്തി മരണപ്പെട്ടാൽ കണ്ണുകൾ അടച്ചു കൊടുക്കുക, താടിയുടെ അടിഭാഗത്തുകൂടി മൂർധാവിലേക്ക് നേരിയ തുണി കൊണ്ട് കെട്ടിക്കൊടുക്കുക, ധരിച്ച വസ്ത്രം മാറ്റി നേരിയ തുണി കൊണ്ട് മൂടുക. പിന്നെന്താണ്? മയ്യിത്ത് കുളിപ്പിക്കുക, കഫൻ ചെയ്യുക, മയ്യിത്തിൻ്റെ പേൽ നിസ്കരിക്കുക, മറമാടുക, മരിച്ചവർക്ക് വേണ്ടി യാസീൻ ഓതുക. ഇത്രയും കാര്യങ്ങൾ മരിച്ചവർക്ക് വേണ്ടി നാം ചെയ്യൽ നിർബന്ധമായ കാര്യങ്ങളാണ്. അപ്പോൾ അത് മനസ്സിലാക്കാം. പിന്നെന്താണ്? മയ്യിത്ത് സംസ്കരണത്തിൽ ആദ്യാവസാനം പങ്കെടുക്കുന്നവർക്ക് ലഭിക്കുന്ന പ്രതിഫലം എന്ത്? അതായത് മയ്യിത്ത് സംസ്കരണത്തിൽ ഒരു മയ്യിത്തിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളിൽ ആദ്യം മുതൽ അവസാനം വരെ പങ്കെടുക്കുന്നവർക്ക് ലഭിക്കുന്ന പ്രതിഫലം എന്താണ്? എന്തായിരുന്നു? എന്താണ്? 2 കീറാത്ത് പ്രതിഫലം ലഭിക്കും. ഉഹുദ് മലയോളം പ്രതിഫലമാണ് ഒരു കീറാത്ത്. അപ്പം 2 കീറാത്ത് എന്നാൽ എന്ത്? എന്താണ്? ഉഹുദ് മലയോളം പ്രതിഫലമാണ് ഒരു കീറാത്ത്. അപ്പോൾ 2 ഉഹുദ് മലയോളം പ്രതിഫലം ലഭിക്കും. മനസ്സിലായില്ലേ? അതാണ് 2 കീറാത്ത് എന്നത്. മനസ്സിലാക്കുക. അടുത്ത ചോദ്യം അതാണ്, കീറാത്ത് എന്നാൽ എന്ത്? ഉഹുദ് മലയോളം പ്രതിഫലമാണ് ഒരു കീറാത്ത്. കീറാത്ത് എന്നാൽ എന്തെന്ന് വെച്ചാൽ ഉഹുദ് മലയോളം പ്രതിഫലമാണ് ഒരു കീറാത്ത്. അതായത് അടുത്തത് തഹ്സീസാണ്. എന്താണ്? തൽക്കീനിൻ്റെ വാചകങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തി എഴുതാനാണ്. തൽക്കീന് നമ്മൾ തൽക്കീനും തസ്ബീത്തും ചൊല്ലുക എന്ന് പറഞ്ഞു, മയ്യിത്തിന് ചൊല്ലിക്കൊടുക്കുക. അപ്പോൾ അത് നമ്മൾ താഴെ ക്ലാസ്സിൽ 5ലൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ അതിൻ്റെ ഫോട്ടോ ഞാനിതിൻ്റെ കൂടെ ഇവിടെ ആഡ് ചെയ്യാം. നിങ്ങൾക്കിവിടെ നോക്കി എഴുതി കംപ്ലീറ്റ് ചെയ്യാം, മനസ്സിലാക്കി പഠിക്കാം. അപ്പോൾ എത്രയാണ് സബ്ബിത്ഹു ഇന്ദ സുആൽ എന്ന 4ാമത്തെ പാഠത്തിൽ നിങ്ങൾ മനസ്സിലാക്കി പഠിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ പാഠഭാഗത്തിൽ നമ്മൾ കുറേ കാര്യങ്ങൾ മയ്യിത്ത് മറവ് ചെയ്യുന്നതിനെ കുറിച്ചിട്ടും എങ്ങനെയാണ് ഖബറിൽ വെക്കുന്നതൊക്കെ പാഠത്ത് പറയുന്നുണ്ട്. അപ്പോൾ അത് പാഠഭാഗത്തിൻ്റെ വീഡിയോസ് നന്നായി കേട്ട് മനസ്സിലാക്കി ഉപകാരപ്പെടുത്തുക. വീഡിയോ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്ത പാഠവുമായി അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.